രാജാധിരാജന്റെ തിരുമുമ്പിലായി ഉരുകുമെന്നുള്ളിൻ തിരിയുമായി. രാജാധിരാജന്റെ തിരുമുമ്പിലായി ഉരുകുമെന്നുള്ളിൻ തിരിയുമായി. ഈ കുരിശിന്റെ വീതിയിൽ തൊഴുതിടുമ്പോൾ അജപാലനാകണേ യേശുദേവാ. രാജാധിരാജന്റെ തിരുമുമ്പിലായി ഉരുകുമെന്നുള്ളിൻ തിരിയുമായി. മഞ്ഞുള്ള രാവിൽ പരിശുദ്ധനേ നിൻ ഉണ്ണിസ്വരൂപം ഞാൻ കാണുമ്പോഴായി. മഞ്ഞുള്ള രാവിൽ പരിശുദ്ധനേ നിൻ ഉണ്ണിസ്വരൂപം ഞാൻ കാണുമ്പോഴായി. അഴലിൻ ഭാരം അലിയും പോലെ പെരുന്നാളിൽ ഞാനോശാന പാടും വേളയിൽ, പെരുന്നാളിൽ ഞാനോശാന പാടും വേളയിൽ. രാജാധിരാജന്റെ തിരുമുമ്പിലായി ഉരുകുമെന്നുള്ളിൻ തിരിയുമായി. ഈ കുരിശിന്റെ വീതിയിൽ തൊഴുതിടുമ്പോൾ അജപാലനാകണേ യേശുദേവാ. സ്നേഹം തുളുമ്പും ഇടയനായി നീയൻ ജീവനിലായി വന്നു കാരുണ്യമായി. സ്നേഹം തുളുമ്പും ഇടയനായി നീയൻ ജീവനിലായി വന്നു കാരുണ്യമായി. ചൊരിയുന്നു നീ ഹൃദയം നീളെ വചനം പോലെ സ്വർഗീയ സന്ദേശങ്ങളെ, വചനം പോലെ സ്വർഗീയ സന്ദേശങ്ങളെ. രാജാധിരാജന്റെ തിരുമുമ്പിലായി ഉരുകുമെന്നുള്ളിൻ തിരിയുമായി. ഈ കുരിശിന്റെ വീതിയിൽ തൊഴുതിടുമ്പോൾ അജപാലനാകണേ യേശുദേവാ. രാജാധിരാജന്റെ തിരുമുമ്പിലായി ഉരുകുമെന്നുള്ളിൻ തിരിയുമായി. ഈശോയെ കൈവിടാതെ എന്നും മുന്നോട്ട് പോയാൽ നല്ലൊരു വിവാഹ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പരീക്ഷന് ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളുമുണ്ട്. നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ഒത്തിരി സന്തോഷമുണ്ട്.
പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തകരായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനും ഉള്ള ഒരു അവസരമുണ്ടായി. വീണ്ടും ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ എല്ലാ മംഗളാശംസകളും നേരുന്നതിനായിട്ടുള്ള ഈ അവസരവും വളരെ സന്തോഷദായകമാണ്. അനീഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അനീഷിൻ്റെ ദൈവാരാധനയിലുള്ള ഗാനാലാപനം മിക്കവാറും വളരെ ഹൃദയസ്പർശിയും ദേവാലയത്തിൽ വരുന്ന മുഴുവൻ പേർക്കും ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് സഹായകമാകുന്ന രീതിയിൽ ഗാനം വളരെ അധികം ഹൃദയസ്പർശിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാടുമ്പോൾ പലപ്പോഴും എനിക്ക് ഒത്തിരി അധികം പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരണ ലഭിച്ചിട്ടുണ്ട്. ചില സമയത്ത് വളരെ ഹൃദ്യമായിട്ട് തോന്നുമ്പോൾ അനീഷിനോട് വളരെയധികം സ്നേഹം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് പാടുവാനായിട്ട് കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പഠിപ്പിച്ച സമയത്തൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. നേരെ അനീഷൊന്നും പാടത്തില്ലായിരുന്നു, മനസ്സിലാക്കി വിട്ടുമില്ല. എങ്കിലും നമ്മൾ പഠിപ്പിച്ചു വിട്ട പിള്ളേർ നല്ല ഉന്നത സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ അവരുടെ നല്ല കഴിവുകളൊക്കെ ഇങ്ങനെ പ്രക്ഷോഭിതമാകുന്ന സമയത്ത് നമുക്ക് വളരെ ആനന്ദവും സന്തോഷവുമാണ്. അപ്പോൾ അതൊരു ദൈവത്തിന് നന്ദി പറയുന്നതിനുള്ള ഒരവസരം കൂടിയാണ് ഇന്ന്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വളരെ ആത്മാർത്ഥമായിട്ട് ആർക്കെന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നതിന് വളരെ സന്നദ്ധതയും സന്തോഷവും കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും അനീഷിനെ അനുഭവവേദ്യമാക്കിയിട്ടുണ്ട്. വളരെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ബസ്സുകളൊക്കെ ഇല്ലാത്ത സമയത്ത് പലപ്പോഴും സ്കൂളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തൊക്കെ പോകേണ്ടി വരുമ്പോൾ അനീഷ് എന്നെ പലപ്പോഴും കൊണ്ടുപോയി എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വേളയിൽ ഞങ്ങളിവിടെ ഒന്നിച്ചു കൂടുമ്പോൾ വളരെ ഹൃദ്യമായ ഒരു ആശംസ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ സായം സന്ധ്യയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നൽകിയ ഈ ദിനത്തിനായി നമുക്ക് നന്ദി പറയാം. രണ്ട് ജീവിതങ്ങളെ ഒന്നിച്ച് ദൈവം യോജിപ്പിക്കുമ്പോൾ രണ്ട് പേർ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെ കൂടി യോജിപ്പുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൂദാശയിലൂടെ സംജാതമാകുന്നത്. ദൈവം തന്നിരിക്കുന്ന ഈ ദാനത്തിന്, ഈ ദൈവവിളിക്ക് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം. ജോസുമണി സാറ് പറഞ്ഞതുപോലെയും സിസ്റ്റർ വിനീത പറഞ്ഞതുപോലെയും സാറിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും എല്ലാ സന്തോഷകരമായ വേളകളിലും യേശുനാഥനെ മുൻനിർത്തുകയും യേശുവിൻ്റെ ആ സാന്നിധ്യത്തിലൂടെ കൈപ്പിടിച്ച് നടക്കുവാൻ രണ്ടുപേർക്കും ഈശ്വരാനുഭവം വളരെ അടുത്തുള്ളതാണ്. അവർ എന്നും ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ആ ഗാനാലാപനത്തിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ആ ദിവ്യകർമ്മത്തിലൂടെ പങ്കുകാരാകുന്ന അവർക്ക് ഇതിന് സാധ്യമാകും എന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അവരുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും ഈശ്വര സാന്നിധ്യം കടന്നു വരുവാനും ഭാവി ജീവിതം നല്ല സമൃദ്ധമായ ഒരു ജീവിതം അവർക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരുടെ പേരിലും ആശംസിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ നിലയിലും ജ്ഞാനജ്യോതിയുടെ പേരിലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥന സമർപ്പിക്കുന്നു. ഇത്രയും നാളിലെ അനീഷ് നമ്മളോടൊപ്പം ചിരിച്ചും കളിച്ചും വളരെയധികം കോമാളിത്തരങ്ങൾ കാണിച്ചും ഒക്കെ നടന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് എന്ന് പറയാനുള്ളൂ, ജീവിതം വെറും ഒരു റോസപ്പ് കൊണ്ടുള്ള ഒരു ബെഡല്ല. ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് ഫ്ലവേഴ്സ്. അത് അവിടെ ചിലപ്പോൾ സ്വരച്ചേർച്ചകളുണ്ടാകാം. എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും സ്വരച്ചേർച്ചകളുണ്ടാകാം, ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളുണ്ടാകും ജീവിതത്തിൽ. അപ്പോഴെല്ലാം ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു, ജോസും സാറ് എല്ലാവരും പറഞ്ഞു, വിവാഹമെന്ന കൂടാഴ്ച ഈശോ ഉണ്ട്. അപ്പോൾ ആ ഈശോയുടെ സാന്നിധ്യം ആ ഓരോ പ്രതിസന്ധികളിലും ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സകല അനുഗ്രഹങ്ങളും ആ ദൈവനാഥൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ ജ്ഞാനജ്യോതിയിലെല്ലാം മതാധികാരുടെ പേരിലും അനീഷിന് 1000 വിവാഹങ്ങൾ ഇങ്ങനെ ആശംസകൾ. ഈ ചേർച്ചയും യോജിപ്പും തമ്മിൽ വ്യത്യാസം. ഇപ്പൊ സാറ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം സാറ് നൽകിയിരുന്ന യോജിച്ച ഇണ. അപ്പൊ ആ യോജിച്ച ഇണയ്ക്ക് പല കുറവുകളുണ്ടാകും. നമ്മൾ സ്നേഹിക്കേണ്ടത് കുറവുകളിലൂടെയാണ്. എല്ലാം പൂർണ്ണതയിലല്ല നമ്മൾ പൂർണ്ണമായ സ്നേഹത്തിന് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ നമുക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല. കുറവുകളിലൂടെയാണ് മനുഷ്യൻ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെ അനീഷ് സാറിന് തിരിച്ചും നിഷയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറവുകളുണ്ട്. ആ കുറവുകളെ പരസ്പരം സ്നേഹിക്കുക, അതിലൂടെ നിങ്ങളുടെ ജീവിതം പാകപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഈ നിലയ്ക്കകത്ത് അനീഷ് സാറിനെ എനിക്ക് ആശംസിക്കാനുള്ളത്.
കണ്ണോളം വീശി സന്തോഷത്തിൻ ഹാരം ചാർത്തി നിൽക്കുന്നിതാ ചേരുന്നു ഞങ്ങളൊന്നായി ചേരുന്നു മംഗളങ്ങൾ നേരുന്നു താളങ്ങൾ കണ്ണോളം വീശി സന്തോഷത്തിൻ ഹാരം ചാർത്തി നിൽക്കുന്നിതാ താളങ്ങൾ കണ്ണോളം വീശി സന്തോഷത്തിൻ ഹാരം ചാർത്തി നിൽക്കുന്നിതാ ചേരുന്നു ഞങ്ങളൊന്നായി ചേരുന്നു നേരുന്നു മംഗളങ്ങൾ നേരുന്നു താളങ്ങൾ കണ്ണോളം വീശി സന്തോഷത്തിൻ ഭാരം ചാർത്തി താളങ്ങൾ കണ്ണോളം വീശി സന്തോഷത്തിൻ ഭാരം ചാർത്തി വീണ്ടും മകരനിലാവ് വരും മാമ്പൂവിൻ മണമൊഴുകി വരും വീണ്ടും മകരനിലാവ് വരും മാമ്പൂവിൻ മണമൊഴുകി വരും ഉള്ളിൽ പ്രണയ സ്വപ്നം കാണും ഉള്ളിക്കുയിലേ ഇതിലേ നീട്ടി നീട്ടി കുറുകി 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 പാട്ടുപാടി വരൂ നീ പാട്ടുപാടി വരൂ വീണ്ടും മകരനിലാവ് വരും മാമ്പൂവിൻ മണമൊഴുകി വരും വീണ്ടും മകരനിലാവ് വരും നിത്യയൗവന കാമനകൾ തൈ നട്ടു നനച്ചൊരു മുന്തിരികൾ നിത്യയൗവന കാമനകൾ തൈ നട്ടു നനച്ചൊരു മുന്തിരികൾ നിന്റെ കിനാവുകൾ പോലെ നെഞ്ചിലെ മോഹം പോലെ കുങ്കുമ വയലുകൾ പോലെ ചെമ്മുകിൽ മാലകൾ പോലെ തുലയുകയായി തേൻമണി മുത്തുകൾ കാറ്റിലാടുകയായി വരൂ വരൂ നുകരൂ ഈ വസന്തമാധുരികൾ വീണ്ടും മകരനിലാവ് വരും മാമ്പൂവിൻ മണമൊഴുകി വരും വീണ്ടും മകരനിലാവ് വരും പാതിമെയ്യാളൊത്തുവരും രാപ്പാർക്കുവാനീ പൂക്കുടിലിൽ പാതിമെയ്യാളൊത്തുവരും രാപ്പാർക്കുവാനീ പൂക്കുടിലിൽ താഴ്ത്തിയ തിരികൾ പോലെ താരകൾ മങ്ങി മേലെ കിന്നര തന്ത്രികൾ മൂളി വാഴൊരു ഗീതം പോലെ മാദകമാകും മധുപകരുന്നൊരു പാനപാത്രം പോലെ വരൂ വരൂ നുകരൂ ഈ വസന്ത മധുരിമകൾ വീണ്ടും മകരനിലാവ് വരും മാമ്പൂവിൻ മണമൊഴുകി വരും ഉള്ളിൽ പ്രണയ സ്വപ്നം കാണും ഉള്ളിക്കുയിലേ ഇതിലേ നീട്ടി നീട്ടി കുറുകി 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 പാട്ടുപാടി വരൂ നീ പാട്ടുപാടി വരൂ വീണ്ടും മകരനിലാവ് വരും മാമ്പൂവിൻ മണമൊഴുകി വരും വീണ്ടും മകരനിലാവ് വരും
എൻ പിതാവേ എൻ യഹോവേ നിന്നിലാകണമേ. നിന്നെ അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ. ഭൂവിലെങ്ങും നിന്നാമം മാത്രം സ്നേഹമെന്ന് വാഴ്ത്തിടുന്നു. ഭൂവിലെങ്ങും നിന്നാമം മാത്രം സ്നേഹമെന്ന് വാഴ്ത്തിടുന്നു. ജീവൻ നൽകി പ്രത്യാശയേകി വഴിയും സത്യവുമായി നീ വഴിയും സത്യവുമായി. എൻ പിതാവേ എൻ യഹോവേ നിന്നിലാകണമേ. നിന്നെ അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ. മലമുകളിൽ ജീവന്റെ മരമായി നീ പീഡിത ജനതയ്ക്കായി അടിയും താടനവും താഴ്ചകളേറ്റൊരു പാവനനെ കുരിശിൽ രക്ഷകനായവനെ ചോരനെ ഒപ്പം ചേർത്തവനെ പറുദീസയിലവനെ മസിഹാതൻ വലഭാഗേ അനുഗ്രഹിച്ചു. എൻ പിതാവേ എൻ യഹോവേ നിന്നിലാകണമേ. നിന്നെ അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ. മൃതി പൂണ്ടോർക്കായി സുവിശേഷം പാടി പാതാളം തന്നിൽ 3 ദിനം പാർത്തു. ഉയർത്തെഴുന്നേറ്റൊരു രക്ഷകനെ ശിഷ്യർക്കിടയിൽ വന്നവനെ അവർ കാൺകെ സ്വർഗം പൂകി. ഉയരങ്ങളിൽ നിന്നും പിതാവിന്റെ സമാധാനം തന്നരുളി അനുഗ്രഹിച്ചു. എൻ പിതാവേ എൻ യഹോവേ നിന്നിലാകണമേ. നിന്നെ അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ. ഭൂവിലെങ്ങും നിന്നാമം മാത്രം സ്നേഹമെന്ന് വാഴ്ത്തിടുന്നു. ഭൂവിലെങ്ങും നിന്നാമം മാത്രം സ്നേഹമെന്ന് വാഴ്ത്തിടുന്നു. സ്വജീവൻ നൽകി പ്രത്യാശയേകി വഴിയും സത്യവുമായി നീ വഴിയും സത്യവുമായി. എൻ പിതാവേ എൻ യഹോവേ നിന്നിലാകണമേ. നിന്നെ അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ. തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും
സഹോദരരുടെ ഐക്യം. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണ് അത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തവുമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ദൈവജനമാണ് നാം. ആരാധന രാജാധിരാജന ആരാധന 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 ലോകൈകനാഥന ആരാധന 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 രാജാധിരാജന ആരാധന 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 ലോകൈകനാഥന ആരാധന. നിന്നെ സ്തുതിക്കുവാൻ വാക്കുകളില്ല, നിന്നെ വാഴ്ത്തുവാൻ ഗീതങ്ങളില്ല. നിന്നെ സ്തുതിക്കുവാൻ വാക്കുകളില്ല, നിന്നെ വാഴ്ത്തുവാൻ ഗീതങ്ങളില്ല. സ്നേഹത്തിൻ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞങ്ങൾ നിന്നെ വാഴ്ത്തിയെന്നും സ്തുതിച്ചിടുന്നു, നിന്നെ വാഴ്ത്തിയെന്നും സ്തുതിച്ചിടുന്നു.
പരമമായി പരസ്പരം സ്നേഹിക്കാൻ ആഗ്രഹിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ വികാസം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രധാന ചെയ്തത് എല്ലാം ഉപേക്ഷിക്കാൻ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പക്ഷേ ഇവർ സമാനമായി ചെയ്യുന്നതാണ് മാതൃപരമായ സ്നേഹത്തെ പ്രവർത്തിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് സഹായമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു.
ദൈവവചനമാണ് നാം കേട്ടത്. നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ ആശയമാണല്ലോ നിങ്ങളുടെ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്ഥാനത്താണല്ലോ പ്രവർത്തിച്ചിട്ടുള്ളതാണല്ലോ. പോരാട്ടത്തിൽ ആശയാൻ നിങ്ങളെ ധനരാകുകയും ശക്തിപ്പെടുത്തുകയാണ്. വൈവാഹിക ജീവിതത്തിലെ നിർവഹിച്ച് ആ ജീവിതം പരസ്പര വിശ്വസിപ്പാതിക്കണമെന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ വിശ്വാസപക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരുടെ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെ സ്വയം പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹം ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതുകൈ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും ഈശ്വരന്മാരുടെയും സമ്മതം പ്രകടമാക്കുക. സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യരുടെ ആഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായിരിക്കണമേ. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്ത അടയാളമായി ദൈവം ആശീർവദിക്കട്ടെ. ദൈവമേ പ്രസാദത്തിന്റെ ആളമായി മന്ത്രകൂടിനെ ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദങ്ങളുടെയും വിശ്വസ്തമായ ദമ്പതികൾ ക്രിസ്തു സംയുക്തമുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണമേ. നാമത്തിൽ ഈ കാലി പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു.
പിതാവേ, സന്തോഷത്തിൽ ദുഃഖത്തിൽ ആശ്രയിക്കുകയും ചെയ്യുവാനാണ് ഇവരുടെ സഹായത്താൽ സ്വന്തമായ ആനന്ദത്തോടെ പ്രയാസങ്ങളിൽ സഹോദര സുരക്ഷയ്ക്ക് സാക്ഷ്യമായി വർദ്ധിക്കുവാൻ സഹായപ്പെടുകയാണ്. നിരവധി സാധാരണമായി വാഴുവാനും സ്വയരാജ്യം കാണിച്ച് നിര്യാതനം ലഭിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണം. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയുമേ. എന്റെ സമാധാനം ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം അങ്ങയുടെ തിരുവോട് മാത്രമാണ് തിരുസഭയിൽ സമാധാനവും ഐക്യവും കൽപ്പിച്ചുകയാണ് എന്ന് ജീവിച്ചു വാഴണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സമാധാനം
അങ്ങയുടെ ദിവ്യപ്രതിപാദനത്തിൽ സ്ഥാപിതമായ വൈവാഹിക ബന്ധത്തെ ഈ ദിവ്യ